Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ലോകത്തെ മനോഹരമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നായ അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറിലേക്കാണ്. നമ്മുടെ ഐക്യനാടായ യുഎഇയിലെ ആദ്യത്തെ പൗരാണിക ശൈലിയിലുള്ള ഹിന്ദു ക്ഷേത്രമാണിത്. ഈ മനോഹരമായ ടെമ്പിൾ ഓപ്പൺ ആയത് 2024ലാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് തന്നെ ഒരു പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഈ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയായിട്ട് നമുക്കൊരു രജിസ്ട്രേഷൻ ഏരിയ കാണാൻ പറ്റും. ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെമ്പിളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ചെക്കിങ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം ദൂരം നമുക്ക് നടക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ എത്തുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് ഏരിയയിലേക്കാണ്. അവിടെ എത്തുമ്പോൾ അവർ നമ്മുടെ ബോഡി ചെക്കിങ്ങും അതുപോലെ തന്നെ ബാഗ് ചെക്കിങ്ങും ഒക്കെ പ്രോപ്പർലി നടത്തുന്നുണ്ട്. ഈ ഒരു ചെക്കിംഗ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് ടെമ്പിൾ ഏരിയയിൽ തന്നെയാണ്. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയത് ഒരു 6:30 PM ഒക്കെ ആയപ്പോഴാണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റ്സും ഒക്കെ ഓൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ താഴെ നിന്നുള്ള വ്യൂ ഭയങ്കര മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെമ്പിളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ പൂളൊക്കെ കാണാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ടെമ്പിളിൽ നമുക്ക് അകത്ത് കയറണമെങ്കിൽ നമ്മൾ ഷൂസും ചപ്പലൊക്കെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഏരിയയിൽ നമുക്ക് നമ്മുടെ ചപ്പലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളെത്തിയ ദിവസവും അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നാൽ ജാതി മത വർഗ ഭേദമെന്നേ എല്ലാവരും ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സാൻഡ് സ്റ്റോണും അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ചാണ് ഈ ഒരു ടെമ്പിൾ കംപ്ലീറ്റ്ലി നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭാരതീയ ശില്പശൈലിയെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ. അതുപോലെ യുഎഇ ഒരു ഇസ്ലാമിക് രാജ്യമാണെങ്കിലും ഇവിടുത്തെ ഭരണാധികാരികൾ മതസൗഹാർദ്ദത്തിൻ്റെയും ആഗോള ഐക്യത്തിൻ്റെയും ഉദാത്തമായ മാതൃകയാണ് ഈ ഒരു ടെമ്പിൾ. ഈ ഒരു മന്ദിർ നോർത്ത് ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചർ രീതിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കല്ലിൽ തന്നെ 100 കണക്കിന് മിനിയേച്ചർ കാർവിങ്സ് ആണ് കേട്ടോ അവർ ഒരുക്കിയിരിക്കുന്നത്. ഈ സ്റ്റെപ്സ് നമ്മൾ കുറച്ച് കയറി വരുമ്പോഴും രണ്ട് സൈഡിലായിട്ട് നമുക്ക് പൂള് കാണാൻ സാധിക്കും. കുറച്ച് സെക്യൂരിറ്റി റീസൺ കൊണ്ട് നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സെക്യൂരിറ്റീസാണ് ഇതിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആകെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി അലൗഡ് ആയിട്ടുള്ളത് ഈ ടെമ്പിളിൻ്റെ പുറത്തു നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെമ്പിളിലെ പ്രതിഷ്ഠകളുടെ ഒന്നും വീഡിയോസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ഒരു ക്ഷേത്രത്തിന് 7 ഗോപുരങ്ങളുണ്ട്. യുഎഇയിലെ 7 എമിറേറ്റ്സുകളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഓരോ ഗോപുരത്തിലും പവിത്രതയും ഐക്യവും സൂചിപ്പിക്കുന്ന കഥാസൂചക ശില്പങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ 96 തൂണുകളുണ്ട്. ഈ ഓരോ തൂണുകളിലും രാമായണ, മഹാഭാരത, ഉപനിഷത്ത് കഥകൾ ഉൾക്കൊള്ളുന്ന മനോഹര ശില്പങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ശില്പങ്ങൾ വളരെ നിഗൂഢവും സൂക്ഷ്മവുമാണ്. ഒരു ചെറുതായ കല്ലിൽ തന്നെ ഒരു 10 കഥാസൂചനകൾ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഈ ശില്പനിർമ്മാണത്തിനായി രാജസ്ഥാൻ, ഗുജറാത്ത് മുതലായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2000-ലധികം ശില്പികളാണ് ഉണ്ടായിരുന്നത്. കൂടാതെ അടുത്തായിട്ട് എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ. ഈ ഒരു ടെമ്പിൾ നിർമ്മാണത്തിനായിട്ട് സ്റ്റീലോ അതുപോലെ തന്നെ കോൺക്രീറ്റോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ടെമ്പിളിൽ ഹാൾ ഓഫ് ഹാർമോണി, ഹാൾ ഓഫ് നേഷൻസ്, ഹാൾ ഓഫ് വാല്യൂ തുടങ്ങിയ പ്രധാന മണ്ഡപങ്ങൾ വളരെ ശ്രദ്ധേയമാണ്.
ഈ ഒരു ടെമ്പിൾ പൂർണ്ണമായും വാസ്തുശാസ്ത്രപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നവരസങ്ങൾ, ദശാവതാരങ്ങൾ, അഷ്ടദിക്പാലകർ, ദേവതാമൂർത്തികൾ എന്നിവയെല്ലാം പ്രത്യേക ശില്പങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആന്തരികമായി ഊർജം നിലനിർത്തുന്ന വിധത്തിലാണ് ഈ ക്ഷേത്രഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ. ഞങ്ങൾ ക്ഷേത്രം കണ്ടതിന് ശേഷം മടങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരാണ് ക്ഷേത്രം കാണുന്നതിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടെമ്പിൾ വെറും കല്ലിലൊതുങ്ങിയൊരു കെട്ടിടമല്ല, അത് ശാരീരികമായും ആത്മീകമായും ഉയരുന്ന ഒരു ആശയവേദി കൂടിയാണ്. ഓരോ കോണിലും കല്ലിലും മനസ്സിലാക്കേണ്ടതുണ്ട്, കലയും വിശ്വാസവും ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് സങ്കേതങ്ങൾ ദൈവികമാകുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.